വചനമാകുന്ന നദി ഒഴുകി ചെല്ലുന്നിടത്തെല്ലാം, ആ വചനത്തിൻ്റെ ആത്മാവ് ചെല്ലുന്നിടത്തെല്ലാം, വചനത്തിൻ്റെ ശക്തി ചെല്ലുന്നിടത്തെല്ലാം വലിയ മാറ്റങ്ങളുണ്ടാവും. ഈ വചനമാകുന്ന നദി നിങ്ങളിൽ എത്തിച്ചേർന്നു എന്ന കാരണത്താൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടും. വചനം പറയുന്നുണ്ട്, അവൻ വചനമയച്ച് എല്ലാവരെയും വിശുദ്ധീകരിച്ചുവെന്ന്. ഈ വചനം നിങ്ങളെ വിശുദ്ധീകരിക്കും. ഈ വചനത്തിലൂടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കുറവുകൾ, പ്രശ്നങ്ങൾ ഒക്കെ മാറിപ്പോവും. നിങ്ങളുടെ കുടുംബത്തെ തിരുരക്തത്താൽ, ആ വചനത്തിൻ്റെ ശക്തിയാൽ വിശുദ്ധീകരിക്കപ്പെടും. അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ വചനമാകുന്ന നദി നിങ്ങളിലേക്ക് അത് ഒഴുകി വരുമ്പോൾ, നിങ്ങളത് എത്ര പേരിലേക്ക് ആ നദിയെ ഒഴുക്കിയത്? നൂറുകണക്കിന്, ആയിരക്കണക്കിന് മനുഷ്യരിലേക്ക് ദൈവവചനമാകുന്ന നദികളെ നിങ്ങളും തിരിച്ചുവിട്ടില്ലേ, ഒഴുക്കി വിട്ടില്ലേ? നമ്മൾ ചിലപ്പോൾ ഫോണിൽ ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്തതേ ഉണ്ടാവുള്ളൂ. ആ വചനത്തിലൂടെ എത്രയോ വിടുതലുകൾ സംഭവിച്ചുവെന്നറിയാമോ? എത്രയോ വിശുദ്ധീകരണം നടന്നെന്നറിയാമോ? എത്രയോ പ്രാർത്ഥനകൾക്ക് മറുപടിയായത് മാറിയെന്നറിയാമോ? അവിടെ ജീവനാ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയത്. നിങ്ങളും വചനം കേൾക്കുമ്പോൾ നിങ്ങളിൽ സമാധാനം നിറഞ്ഞു നിൽക്കും, സ്വസ്ഥത നിറഞ്ഞു നിൽക്കും. നിങ്ങളുടെ കുടുംബങ്ങളിൽ എന്തെന്നില്ലാത്ത ദൈവാനുഗ്രഹം പകുതിയല്ല നിറഞ്ഞു നിൽക്കാൻ തുടങ്ങും.